ഹായ്, നമുക്കിന്നൊരു സിമ്പിളായിട്ടൊരു നാരങ്ങച്ചാറ് ഉണ്ടാക്കിയാലോ. കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ആവശ്യമായിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ 4 പീസ് എന്ന രീതിയിലാട്ടോ കട്ട് ചെയ്തേക്കുന്നത്. പൊടികളായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അച്ചാർ പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, കാശ്മീരി മുളക് പൊടി ആയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ വേപ്പില, ഇഞ്ചി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ കാണാം. അതിനായിട്ടൊരു ചീഞ്ചട്ടി എടുത്തിട്ട് നമ്മൾ എണ്ണയായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് മുരിഞ്ഞു പോകരുത് കേട്ടോ, പയ്യൊന്ന് വഴറ്റിയെടുത്താൽ മതി. ശേഷം നമുക്കൊരു കുക്കർ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച് നാരങ്ങയിടാം. നമ്മൾ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഈന്തപ്പഴം ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൊടികളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചൊറുക്കാട്ടോ ആഡ് ചെയ്യുന്നത്. ചൊറുക്ക ഒരു 2.5 ടീസ്പൂൺ മാത്രമായിട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊന്ന് കേടാവാണ്ടിരിക്കുക എന്നുള്ളൊരിതിൽ. പുളി നമുക്ക് അത്യാവശ്യം നാരങ്ങ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിന് നല്ലവണ്ണം ഗ്രേവി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ, ഒരു തിക്ക് ഗ്രേവിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അല്ലാതെയും ഡയറക്റ്റ് വഴറ്റാണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേരിനൊരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇട്ടേക്കണം വേണമെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഞാൻ എന്നാലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 3 വിസിൽ വരെ ആയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച സെയിം ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കടുകും വേപ്പിലയും കൂടി ഒന്ന് താളിക്കാൻ വേണ്ടി ആക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കളറാണെങ്കിലും ശർക്കരയുടെ ഒരു കളറൊക്കെ പിടിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് അച്ചാറിൻ്റെ കളറ് ചേഞ്ച് ആവും കേട്ടോ. നമുക്ക് ഈ ഒരു താളിപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ക്ലോസ്. അപ്പോൾ നമ്മുടെ അച്ചാർ പിറ്റേ ദിവസം ഈ ഒരു ടെക്സ്ചറിലായിട്ടിരിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വീറ്റും ടേസ്റ്റിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.